മലയാളത്തിന്റെ കഥാഗന്ധർവൻ പി പത്മരാജന്റെ ഓർമ്മകൾക്ക് 26 വയസ്സ്. അക്ഷരങ്ങളിലൂടെ അദ്ദേഹം ഒരുക്കിയ സർഗാത്മകതയുടെ അപൂർവ ലോകങ്ങൾ ഇന്നും വിസ്മയമാണ്. പച്ചയായ ജീവിതമാണ് കഥകളിലൂടെയും നോവലുകളിലൂടെയും തിരശീലയിലൂടെയും പത്മരാജൻ നമുക്ക് സമ്മാനിച്ചത്. വീണ്ടും കാണുക എന്നൊന്നുണ്ടാകില്ല. നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച ചുണ്ടുകൾക്ക് വിട തരിക. പറയാതെ പറയുന്ന, അറിയാതെ അറിയുന്ന പ്രണയമെന്ന വികാരത്തെ മനോഹരമായി അഭ്രപാളികളിൽ പടർത്തിയ പത്മരാജൻ എന്ന ഗന്ധർവൻ ഓർമ്മയായിട്ട് 26 വർഷങ്ങൾ. കഥയിലെ കയ്യൊതുക്കവും കഥാപാത്രങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളെ റിയലിസ്റ്റിക്കായും ആവിഷ്കരിക്കാൻ പോന്ന മാന്ത്രികത കൈവശമുള്ള കഥാകാരൻ പത്മരാജൻ എന്ന ഗന്ധർവന് വിശേഷണങ്ങൾ ഏറെയാണ്. മലയാള സിനിമയുടെ വസന്തമായി പൂത്തുനിൽക്കുന്ന ഒരുപിടി ചിത്രങ്ങൾ പത്മരാജൻ സംവിധാനം ചെയ്തു. മറക്കാനാകാത്ത കഥാപാത്രങ്ങളും ജീവിത മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ചിത്രങ്ങൾ. പ്രണയത്തിന്റെ അനന്തമായ സാധ്യതകൾ ഇത്രയേറെ പ്രയോജനപ്പെടുത്തിയ ഒരു സംവിധായകൻ മലയാള ചലച്ചിത്ര രംഗത്ത് വേറെ ഉണ്ടായിട്ടില്ല. മലയാളിയുടെ ഭാവുകത്വം മാറ്റിയെഴുതിയ ചലച്ചിത്രകാരനാണ് പത്മരാജൻ. പ്രണയവും മഴയും ഇഴപിരിയാതെ ദൃശ്യവൽക്കരിച്ച തൂവാനത്തുമ്പികൾ മലയാളിയുടെ മനസ്സിൽ നിന്നും ഇന്നും മാഞ്ഞുപോയിട്ടില്ല. മുന്തിരിത്തോട്ടങ്ങളിലെ ശൈത്യവും ഹരിതാഭയും പശ്ചാത്തലമാക്കി രചിച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. സ്വവർഗാനുരാഗത്തെ രതിയുടെയും അശ്ലീലതയുടെയും അതിർവരമ്പുകളിൽ കാത്തുസൂക്ഷിച്ച് മനോഹരമായ ഒരു കവിത പോലെ അനുഭവഭേദ്യമാക്കിയ ദേശാടനക്കിളികൾ കരയാറില്ല. സാമൂഹിക വ്യവസ്ഥിതികൾക്കകത്തു നിന്ന് ചെറുത്തു നിൽക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെട്ട എത്രയോ ചിത്രങ്ങൾ. കരിയിലക്കാറ്റ് പോലെ പറന്ന് നക്ഷത്ര ലോകത്തേക്ക് പോയപ്പോഴും മലയാളിയുടെ മനസ്സിൽ പത്മരാജൻ ഇന്നും ജീവിക്കുന്നു. തന്റെ ഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ അശരീരി വചനങ്ങൾ എവിടെയൊക്കെയോ നൊമ്പരം സമ്മാനിച്ച് വല്ലാതെ തഴുകുന്നു. സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. പകലുകൾ നിന്നിൽ നിന്നും ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രികളിലും നിനക്കുള്ളത് ഇന്നത്തെ രാത്രി മാത്രം. ഈ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശുമ്പോൾ നീ ഭൂമിയിൽ നിന്നും യാത്രയാകും. ഒന്നിനും നിന്നെ തിരിച്ചു വിളിക്കാനാവില്ല. സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്. പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞിരിക്കുന്നു.